ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു kopyknight. ഞാൻ അഭിജിത്ത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഇരിക്കുന്നുണ്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഒരു ഹാക്സോ വിത്ത് ബ്ലേഡ്. അപ്പോൾ അതിൻ്റെ ഒരു കോംബോ ഓഫറിലാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇത് ടോട്ടൽ എന്ന ബ്രാൻഡിനെയാണ് പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ ചെറിയ അൺബോക്സിംഗ് ആണ്, ക്വിക്ക് അൺബോക്സിംഗ് ആണ്. അപ്പോൾ വേഗം നമുക്ക് അൺബോക്സിംഗിലേക്ക് പോകാം. അപ്പോൾ ഇത് ഇത്രയും വലിയൊരു പാക്കറ്റിലാണ് നമ്മുടെ ഹാക്സോ വന്നിരിക്കുന്നത്. അപ്പോൾ അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ആ ലിങ്കിൽ പോയാൽ വാങ്ങാവുന്നുള്ളൂ. ഏകദേശം ഒരു 355 രൂപ എങ്ങാണ്ട് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി വേഗം ഇത് പിടിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് ബില്ലിങ്ങിൻ്റെ അതെ ബില്ലിങ്ങിൻ്റെ ഒരു ഇൻഫർമേഷനൊക്കെയാണ് വരുന്നത് ഉള്ളിൽ. വേറെ അതിൻ്റെ കാറ്റലോഗ് കാര്യങ്ങളൊന്നും കാണാനില്ല. ഫ്രെയിം മാത്രമല്ല, നമുക്കൊരു ബ്ലേഡും കൂടി അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ടോട്ടലിൻ്റെ ഹാക്സോ 12 ഇഞ്ചിൻ്റെ ബ്ലേഡാണ് ഇതിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുക. ബ്ലേഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബോൾട്ടൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇതിൽ ഫിറ്റ് ചെയ്യുന്നത് ബ്ലേഡ്. പിന്നെ ബ്ലേഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12 ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത്. ഇതിൻ്റെ വീതി വരുന്നത് 1/2 ഇഞ്ചാണ് വരുന്നത്, 1/2 ഇഞ്ചാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റിംഗ് ആണ് 24T എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ടാഗ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കസ്റ്റമർ കെയറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മിസ്റ്റർ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈറ്റിൻ്റെ ഒക്കെ കമ്പനി, അതായത് എമർജൻസി ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ട്. അപ്പോൾ അവരുടെ തന്നെ ഒരു ബ്രാൻഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ കസ്റ്റമർ കെയറിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടാഗ് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷോട് കൂടിയ ഒരു ഫ്രെയിമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ടോപ്പ് ഭാഗത്ത് നമുക്ക് മെറ്റലിൻ്റെ തന്നെയാണ് ഫ്രെയിം വരുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഡാമേജോ കാര്യങ്ങളൊക്കെ ഒന്നും വരാൻ ചാൻസ് കുറവാണ്. ഇതൊരു മെറ്റലിൻ്റെ ഒരു ഫ്രെയിമാണ്, ട്യൂബ് ബെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കണ്ടോ. പിന്നെ ഇവിടെ നമുക്കൊരു അഡ്ജസ്റ്റബിൾ ബോൾട്ട് കാണാൻ പറ്റും. ഈ ബോൾട്ട് ജസ്റ്റ് മുറുക്കാനും അതുപോലെ അൺസ്ക്രൂ ചെയ്യാനും പറ്റും. അതിനോടൊപ്പം നമുക്ക് ഇത് അൺസ്ക്രൂ ചെയ്താൽ ഈ ബ്ലേഡ് ഇവിടെ നിന്ന് ഊരിയെടുക്കാൻ പറ്റും. ഇത് സ്ക്രൂ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഈ ബോൾട്ടിൻ്റെ ഷാങ്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് പോവും. അങ്ങനെയാണ് നമുക്കിത് ഫിറ്റ് ചെയ്യുന്നത്. ഇത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിവിടെ ഫിക്സ്ഡ് ആണ്. പിന്നെ ഇവിടെ ഒരു വാഷറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബ്ലേഡ് കൊള്ളാം എന്ന് പറയാം, പക്ഷേ ഇവിടെ എന്തോ ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ട് ബ്ലേഡുമേ. എന്തായാലും നമുക്കൊന്ന് യൂസ് ചെയ്താലും മനസ്സിലാക്കാൻ പറ്റും ഇത് നല്ല ബ്ലേഡാണോ എന്ന്. ബ്ലേഡ് തൽക്കാലം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ഹാൻഡിലിന് വരുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക് ആണ്. ഇവിടെ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ടോട്ടലിൻ്റെ ഒരു ബ്രാൻഡിങ് ഇവിടെ ടോട്ടലിൻ്റെ ഒരു ബ്രാൻഡിങ് നമുക്കിവിടെ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ളൊരു ഹാൻഡിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് അല്ല വരുന്ന, ഒരു റബ്ബറിൻ്റെ കോട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ അത് നല്ല ഗ്രിപ്പ് നൽകുന്നുണ്ട്. ഓക്കെ, പിടിക്കുമ്പോൾ നല്ല ഗ്രിപ്പ് നൽകുന്നുണ്ട്. പിന്നെ എൻ്റെ താഴെ നോക്കിയ ഹോളോ ആണ്. അപ്പോൾ അധികം വെയിറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ ഇരുമ്പിൻ്റെ ഒരു മെറ്റലിൻ്റെ ഈ ട്യൂബിങ്ങിന് മാത്രം കുറച്ച് വെയിറ്റ് വരുന്നുള്ളൂ. എന്നാലും നല്ല രീതിയിലുള്ള ലൈറ്റ് വെയിറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ പേറ്റൻ്റ് എന്ന് പറഞ്ഞിട്ട് കാണാനൊക്കെ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡിസൈനിലും കാര്യങ്ങളിലൊക്കെ അവർക്ക് പേറ്റൻ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും നല്ല ലുക്കിലുള്ള ഒരു ഡിസൈനാണ്. ഓവറോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഗുഡ് ലുക്കിംഗ് ആണ്. അതോടൊപ്പം തന്നെ ഈസിയാണ് പിടിക്കാനൊക്കെ, ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ. ഇത് നമുക്ക് ഇതിൻ്റെ ഓപ്പറേഷനൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബ്ലേഡ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ബ്ലേഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ 2 ഹോൾസ് നമുക്ക് കാണാൻ പറ്റും ബ്ലേഡിൽ. അത് ഈ ഈ രണ്ട് പാർട്ടിൽ വരുന്ന ഷാങ്കിൽ ഫിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ബോൾട്ട് സ്ക്രൂ ചെയ്ത് മുറുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്താൽ മതി. അധികം ഫോഴ്സ് കൊടുത്താൽ ഈ ബ്ലേഡ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, കാരണം ഇത് സ്ക്രൂ ചെയ്യുമ്പോഴൊപ്പം ഈ ഷാങ്ക് ഉള്ളിലോട്ട് പോന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഫോഴ്സ് കൊണ്ട് ബ്ലേഡ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം.
നമുക്ക് ഇതുകൊണ്ട് PVCയും മെറ്റലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ബ്ലേഡിൻ്റെ സ്ട്രെങ്ത് എങ്ങനെയുണ്ടെന്ന് അറിയണല്ലോ. ഇപ്പം എൻ്റെ കയ്യിലേക്ക് ഒരു CPVCയുടെ പൈപ്പാണ്. 3/4 ഇഞ്ചാന്ന് തോന്നുന്നു. 22.2 mm ആണ് സൈസ് വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഇത് നല്ല സ്ട്രോങ് ആണ്, PVCയെക്കാളും സ്ട്രോങ് ആണ്. അപ്പോൾ CPVCയുടെ പൈപ്പൊക്കെ നല്ല സ്മൂത്തായിട്ട് കട്ടാവുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുകൊണ്ട് ഒരു മെറ്റലിൻ്റെ പീസ് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ആംഗിളിൻ്റെ പീസാണ്. A few moments later. വലിയ രീതിയിലുള്ള ബ്ലേഡിൽ മാർക്കിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ മെറ്റൽ കട്ട് ചെയ്യാനായിട്ട് ഇത് അധികം ഫേവറബിൾ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മെറ്റൽ കട്ട് ചെയ്യുമ്പോൾ ആ ഫോഴ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല മെറ്റൽ കട്ട് ചെയ്യാനത് ഈ ബ്ലേഡ് ഉപയോഗിക്കാൻ പറ്റുന്നു. പക്ഷേ ഫ്രെയിം അടിപൊളിയാണ്, ഹാൻഡിൽ ചെയ്യാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇത് വാങ്ങാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാൻ, ഒരു പേഴ്സണലായിട്ട് ചോദിക്കണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ചോദിക്കാവുന്നതാണ്. എല്ലാത്തിനും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഒരു ചെറിയ ബ്രേക്ക്.